ബിജെപിയുടെ ദേശീയ നേതാക്കൾ സജീവമായി കളം നിറയുന്ന ഒരു കാഴ്ചയാണ് ഇന്നത്തെ ഈ സജീവമായ തെരഞ്ഞെടുപ്പ് ദിനത്തിൽ കാണാവുന്ന ഏറ്റവും പ്രധാനപ്പെട്ട വാർത്ത. കേന്ദ്രമന്ത്രി അമിത്ഷാ രാവിലെ ബേപ്പൂരിൽ ആയിരങ്ങളെ അണിനിരത്തിക്കൊണ്ട് ഒരു ഗംഭീര റോഡ് ഷോ ആണ് നടത്തിയത്. അതിനുശേഷം അദ്ദേഹം കുന്നത്തുനാടിൽ 2020 NDA സ്ഥാനാർത്ഥി ബാബു ദിവാകരന് വോട്ട് അഭ്യർത്ഥിച്ചുകൊണ്ട് ഒരു വലിയ മഹാറാലിയെയും അഭിസംബോധന ചെയ്ത് സംസാരിച്ചു. ഇനി അദ്ദേഹം നേരെ എത്തുന്നത് തിരുവനന്തപുരം കാട്ടാക്കടയിലേക്കാണ്. അല്പസമയത്തിനകം അദ്ദേഹം കാട്ടാക്കടയിലെത്തും. അവിടെ NDA BJP സ്ഥാനാർത്ഥി PK കൃഷ്ണദാസിന് വേണ്ടി വലിയ രീതിയിൽ തന്നെ ഒരു പ്രചരണമാണ് കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷാ നടത്തുന്നത്. ഒപ്പം കേന്ദ്ര ധനമന്ത്രി നിർമ്മല സീതാരാമനുണ്ട്. എല്ലാവരുടെയും വലിയ ആവേശമായ അണ്ണാമലൈ ഉൾപ്പെടെയുള്ള അങ്ങനെ BJPയുടെ ദേശീയ നേതാക്കൾ എല്ലാവരും ഇന്ന് കേരളത്തിലുണ്ട്. വിശദമായി തന്നെ നോക്കാം വോട്ട് വാർത്ത. IIC ലക്ഷ്യ വോട്ട് വാർത്ത brought to you by Learn ACCA Integrated BCom only from Indian Institute of Commerce, Lakshya. in association with We will treat you well. Astor Men's Hospital, Calicut. കാട്ടാക്കടയിൽ എല്ലാം സെറ്റാണ്. കേന്ദ്ര ആഭ്യന്തരമന്ത്രിയെ കാത്ത് ആയിരങ്ങൾ അണിനിരക്കുന്ന വലിയ രീതിയിലുള്ള പരിപാടികൾ, തെരഞ്ഞെടുപ്പ് പ്രചരണമാണ് കാട്ടാക്കടയിൽ നടക്കാൻ പോകുന്നത്. നമുക്ക് വിശദമായി തന്നെ അത് കാണാം. അതിനു മുമ്പ് ഇപ്പോൾ നേരെ പോകുന്നത് ഇരിങ്ങാലക്കുടയിലേക്കാണ്. ഇരിങ്ങാലക്കുടയിൽ കേന്ദ്ര ധനമന്ത്രി നിർമ്മല സീതാരാമന്റെ റോഡ് ഷോയും വലിയ രീതിയിൽ തന്നെ ആയിരങ്ങൾ അണിനിരന്നുകൊണ്ട് ഗംഭീരമായ പരിപാടികളാണ് നടക്കുന്നത്. സാനു കെ സജീവ് ചേരുന്നുണ്ട് വിശദാംശങ്ങൾ നൽകാനായി. സാനു, പറയൂ. ശ്യാമ, എന്തായാലും വലിയ ആവശ്യത്തിലാണ് ഇരിങ്ങാലക്കുട. നമ്മളെല്ലാവരും കഴിഞ്ഞ ദിവസങ്ങളിലെല്ലാം കാണുന്നതാണ്. തൃശ്ശൂർ ജില്ലയിലെ തെരഞ്ഞെടുപ്പ് പ്രചരണ പരിപാടികളൊക്കെ വലിയ ആവേശത്തോടു കൂടി ഈ NDAയുടെ പ്രചരണം എടുക്കുന്നു. അത് ഏറ്റെടുത്തുകൊണ്ട് നിരവധി ആളുകൾ, നിരവധി പ്രവർത്തകരൊക്കെ രംഗത്തേക്ക് വരുന്ന കാണുന്നതാണ്. നമ്മളിപ്പോൾ അല്പസമയം മുമ്പ് ഇവിടെ നടന്നിട്ടുള്ളത് കേന്ദ്ര ധനകാര്യ വകുപ്പ് മന്ത്രി നിർമ്മല സീതാരാമൻ നേതൃത്വം നൽകിയിട്ടുള്ള റോഡ് ഷോയാണ്. ഇവിടെ ഇരിങ്ങാലക്കുടയിലെ NDA സ്ഥാനാർത്ഥി സന്തോഷ് ചെറാക്കുളത്തിന് വോട്ട് അഭ്യർത്ഥിച്ചുകൊണ്ടാണ് അല്പസമയം മുമ്പ് ഇവിടെ റോഡ് ഷോ നടന്നത്. ചെറിയ റോഡ് ഷോ അധിക ദൂരം ഉണ്ടായില്ലെങ്കിലും വലിയ ആവേശത്തോടു കൂടിയാണ് നിർമ്മല സീതാരാമന്റെ വാക്കുകളെ പ്രവർത്തകർ ഹൃദയത്തിലേറ്റിയത്. കാരണം ഇടതും വലതുമല്ല, മുന്നോട്ടാണ് പോവേണ്ടത്. ഇടതിനെയും വലതിനെയും പരീക്ഷിച്ച് മടുത്ത ജനങ്ങളാണ് കേരളത്തിലുള്ളവർ. അതുകൊണ്ട് ആ ഒരു പരീക്ഷണം പരാജയപ്പെട്ട സ്ഥിതിക്ക് ഇനിയും മറ്റൊരു മുന്നണിയെ, മൂന്നാം മുന്നണിയെ പരീക്ഷിക്കേണ്ട സമയമായിരിക്കുന്നു. മൂന്നാം മുന്നണിയെ തെരഞ്ഞെടുക്കേണ്ട സമയമായിരിക്കുന്നു. അതിനൊരു സുവർണ അവസരമാണ് കൈവന്നിട്ടുള്ളത്. ആ സുവർണ അവസരം വിനിയോഗിക്കണമെന്നാണ് നിർമ്മല സീതാരാമൻ വ്യക്തമാക്കിയിട്ടുള്ളത്. ഇവിടുത്തെ പരിപാടികൾക്ക് ശേഷം കൊടുങ്ങല്ലൂരിലും നിർമ്മല സീതാരാമന്റെ പരിപാടിയുണ്ട്. വലിയ ആവേശത്തോടു കൂടി പ്രവർത്തകർ നിർമ്മല സീതാരാമന്റെ പരിപാടികളെ സ്വീകരിക്കുന്നു. ഇന്നലെ തൃശ്ശൂരിൽ മണലൂരിലായിരുന്നു NDAയുടെ പരിപാടി നടന്നെങ്കിൽ ഇന്ന് നിർമ്മല സീതാരാമൻ പങ്കെടുക്കുന്നത് ഇരിങ്ങാലക്കുടയിലാണ്. ഇരിങ്ങാലക്കുടയിലെ വിവിധ പരിപാടിയിൽ പങ്കെടുത്ത ശേഷം കൊടുങ്ങല്ലൂരിലേക്ക് പോകും. കൊടുങ്ങല്ലൂരിലും ഈ തെരഞ്ഞെടുപ്പ് പ്രചാരണത്തിന്റെ ഭാഗമായിട്ട് നിർമ്മല സീതാരാമന്റെ പരിപാടി സജ്ജീകരിച്ചിട്ടുണ്ട്. ഒപ്പം തന്നെ തൃശ്ശൂർ ജില്ലയിലെ വിവിധ കേന്ദ്രങ്ങളിൽ ഇന്ന് വലിയ രീതിയിലുള്ള സമ്പർക്ക പരിപാടികൾ, മെഗാ പരിപാടികളൊക്കെ നടക്കുന്നുണ്ട്. ആ മെഗാ പരിപാടികളിൽ വലിയ ജനപങ്കാളിത്തമാണല്ലോ. ഇരിങ്ങാലക്കുടയിലെ NDA സ്ഥാനാർത്ഥി സന്തോഷ് ചെറാക്കുളമാണ് നമുക്കൊപ്പം ചേരുന്നത്. എത്രത്തോളം ആവേശത്തിലാണ്? നമ്മളിപ്പോൾ ഒരു അവസാന ലാപ്പിലേക്ക് എത്തുകയാണ്. ഇന്ന് നിർമ്മല സീതാരാമനും എത്തി. ഇരിങ്ങാലക്കുട ത്രികോണ മത്സരമാണ് നടക്കുന്നത്. എന്തായാലും ഇരിങ്ങാലക്കുടയിൽ ഈ പ്രാവശ്യം താമര വിരിയുമെന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയമില്ല. കാരണം നമ്മുടെ കേരളത്തിൻ്റെ അധ്യക്ഷൻ രാജീവ് ചന്ദ്രശേഖർജി പറഞ്ഞത് മാറാത്തു മാറും, വികസിത കേരളം, വികസിത ഇരിങ്ങാലക്കുടം എന്നാണ്. ഇവിടെ 69 കൊല്ലക്കാലം മാറി മാറി ഭരിച്ച LDF UDFനും കേരളത്തിൽ 6 ലക്ഷം കോടി കടമുണ്ടാക്കാൻ മാത്രമേ സാധിച്ചിട്ടുള്ളൂ. ഇവിടെ ജനങ്ങൾ മനസ്സിലാക്കി കഴിഞ്ഞു. ഇവിടെ ഇനി NDA വന്നാൽ മാത്രമേ കേരളത്തെ രക്ഷപ്പെടുത്താൻ സാധിക്കുള്ളൂ. അതായത് 2024 സുരേഷ് ഗോപി നേടിയ ആ ഒരു വിജയം ആവർത്തിക്കും അല്ലേ? തീർച്ചയായിട്ടും സുരേഷ് ഗോപി, എല്ലാവരും പറഞ്ഞു സുരേഷ് ഗോപി തോൽക്കും. കാരണം 2 LDFൻ്റെയും UDFൻ്റെയും സ്ഥാനാർത്ഥികൾ പറഞ്ഞു സുരേഷ് ഗോപി ഇവിടെ തോൽക്കുമെന്നാണ് പറഞ്ഞത്. ഒരു സിനിമാ നടൻ മാത്രം. പക്ഷേ സുരേഷ് ഗോപി 75,000 വോട്ടിന് ജയിച്ചു. ഇരിങ്ങാലക്കുട നിയോജക മണ്ഡലത്തിൽ 59,000 ചില്ലാൻ വോട്ടാണ് സുരേഷ് ഗോപിക്ക് കിട്ടിയത്.
എന്തായാലും സുരേഷ് ഗോപി 2024 നേടിയിട്ടുള്ള ആ ഐതിഹാസികമായിട്ടുള്ള വിജയം അത് 2026 നിയമസഭാ തെരഞ്ഞെടുപ്പിലും ആവർത്തിക്കുമെന്ന് തന്നെയാണ് NDA സ്ഥാനാർത്ഥി വ്യക്തമാക്കിയിട്ടുള്ളത്. നമുക്കിപ്പോൾ ദൃശ്യങ്ങളിൽ കാണുന്ന പോലെ തന്നെ വലിയ ആഘോഷത്തോടുകൂടി പാട്ടും നൃത്തവും ഒക്കെ ആയിട്ട് ഈ ഒരു തെരഞ്ഞെടുപ്പ് പ്രചാരണത്തിനെ അതിനെ അങ്ങ് കൊഴുപ്പിക്കുകയാണ് ഇരിങ്ങാലക്കുട. അത് തൃശ്ശൂരിൽ എല്ലാ ഭാഗത്തും സമാന നിലയിൽ തന്നെയാണ്. നമ്മൾ അല്പം മുമ്പ് കണ്ട മണലൂരിലാണെങ്കിലും നാട്ടികയിലാണെങ്കിലും അതേപോലെ തന്നെ പുതുക്കാടാണെങ്കിലും എല്ലായിടത്തും വലിയ ആവേശത്തോടു കൂടി തെരഞ്ഞെടുപ്പ് പ്രചാരണത്തിന് ഏറ്റെടുക്കുന്നു. അതേപോലെ തന്നെ കേന്ദ്രമന്ത്രിമാരെ ആവേശത്തോടു കൂടി സ്വീകരിക്കുന്നു. അങ്ങനെ തൃശ്ശൂർ മാറാൻ തയ്യാറാവുകയാണ്. മാറാത്തത് മാറ്റാൻ തൃശ്ശൂരിലെ NDA പ്രവർത്തകർ തയ്യാറായിരിക്കുകയാണ്. വലിയ ഭൂരിപക്ഷത്തിൽ തൃശ്ശൂരിൽ നിന്ന് വിജയിച്ച് കയറുമെന്നാണ് ഇരിങ്ങാലക്കുടയിലെ NDA സ്ഥാനാർത്ഥി അടക്കം വ്യക്തമാക്കിയിട്ടുള്ളത്. ശ്യാം, ആവേശത്തിന്റെ കാഴ്ചകളാണ് ഇപ്പോൾ ഇരിങ്ങാലക്കുടയിൽ കാണാൻ സാധിക്കുന്നത്. കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ വലിയ മുന്നേറ്റം ഇരിങ്ങാലക്കുടയിൽ ഉണ്ടാക്കാൻ NDAക്ക് കഴിഞ്ഞിരുന്നു, സുരേഷ് ഗോപിക്ക് സാധിച്ചിരുന്നു. അത് തുടർച്ചയുണ്ടാകും എന്ന വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് ഇപ്പോൾ NDA സ്ഥാനാർത്ഥി നമ്മളുമായി പങ്കുവച്ചത്.